ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു മോഡലാണിത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ മാക്സിമം ഡീറ്റെയിൽസ് പറയാനായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ലെങ്ത് കൂടുന്നുള്ളത് കൊണ്ട് കോമൺ ആയിട്ടുള്ള പോർഷനൊന്നും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു മോഡൽ ഓൾറെഡി ഞാനിപ്പോൾ ഒരു 5 കളേഴ്സിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഓർഡർ ഉള്ളതും ഇതേ മോഡൽ തന്നെയാണ്, വേറെ കളറാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് 1 ഇയർ ബേബിക്ക് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് ആണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുൾ ആകുന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് മെറ്റീരിയൽസ് എത്രയൊക്കെ വേണമെന്ന് നോക്കാം. ഇതിപ്പോൾ 2 കളർ വന്നിട്ടുള്ള ഫ്രോക്കാണ്. അതുകൊണ്ട് തന്നെ വൈറ്റ് കളറിലും പിങ്ക് കളറിലും ഞാൻ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. വൈറ്റ് നെറ്റ് എടുത്തിരിക്കുന്നത് 8 മീറ്ററും പിങ്ക് നെറ്റ് എടുത്തിരിക്കുന്നത് 7 മീറ്ററുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. പക്ഷേ നമ്മൾ നന്നായിട്ട് ഫ്രില്ല് ഇടണമെന്നുണ്ടെങ്കിൽ ഇത്രയും നെറ്റ് എടുക്കാം. അതിൽ കുറവായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ, ചെയ്യാൻ പറ്റില്ല എന്നല്ല. പക്ഷേ നല്ല ഭംഗിയിൽ കിടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും നെറ്റ് യൂസ് ചെയ്താൽ നല്ല രസമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് 2 നെറ്റുകൾ. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ക്രേപ്പ് മെറ്റീരിയലാണ്. അതൊരു 2 മീറ്റർ എടുത്തിട്ടുണ്ട്. കോട്ടൺ ലൈനിങ്ങും ഞാൻ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. 20 ഇഞ്ചസ് ലെങ്ത്തിൽ 1 ഇയർ ബേബിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ മെഷർമെൻറ്റ്സ് എല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുപോലെ യോക്ക് പോർഷൻ നമ്മൾ ഫ്രില്ലാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് താഴെ വെക്കാനുള്ള ഫ്രിൽസ് റെഡിയാക്കണം. അപ്പോൾ താഴെയുള്ള ഫ്രിൽസ് നമ്മൾ പിങ്ക് മെറ്റീരിയലിലാണ് ഇടുന്നത്. അത് ഞാൻ 2.5 ഇഞ്ച് വിട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ എടുത്തിട്ടുള്ള 7 മീറ്റർ ക്ലോത്തും ഞാനിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഇതിൽ വെയിൽ കൂടെ അറ്റാച്ച് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും നമ്മൾ എടുത്തിട്ടുള്ളത്. അതെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുക്കണം. അപ്പോൾ ഫ്രില്ലിട്ടെടുക്കുമ്പോൾ മാക്സിമം തിക്കിൽ തന്നെ ഫ്രില്ലിട്ടെടുക്കാൻ ട്രൈ ചെയ്യുക. ഞാനിത് ഒരു ലെയറല്ല 2 ലെയറായിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഫ്രില്ലിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല തിക്കിൽ തന്നെ തോന്നും. അതായത് ഈ ഒരു ഫ്രില്ലിരിക്കുന്നത് 2 ലെയർ അടുപ്പിച്ചെടുത്തിട്ടാണ് ഈ ലെയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് എത്ര ഫ്രില്ല് വേണമെന്നുള്ളത് നിങ്ങൾ താഴെ എടുക്കുന്ന ക്ലോത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ താഴെ ബോട്ടം പോർഷന് ഞാൻ ഫ്രില്ല് ഇടാനായിട്ട് എടുക്കുന്നത് 5 മീറ്റർ ലെങ്ത്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 മീറ്റർ ലെങ്ത്തിൽ 3 ലെയർ വെച്ച് കൊടുക്കണമെന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടൽ 15 മീറ്റർ വേണം. 3 into 5 15 മീറ്റർ വേണം. പ്ലസ് വെയിലിനുള്ളത് അടുത്തായിട്ട് ഞാൻ അതിൽ ബോട്ടം പോർഷൻ നോക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാനിതിൽ 3 ലെയർ വൈറ്റ് നെറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്റ്റിഫ് നെറ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല യൂഷ്വലി, കാരണം കുട്ടികൾക്ക് അത് കംഫർട്ടബിൾ ആവില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പ്ലെയിൻ നെറ്റാണ് മാക്സിമം കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതിൽ 3 ലെയർ നമ്മൾ വൈറ്റ് നെറ്റിൻ്റെ തന്നെ 3 ലെയേഴ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെല്ലാം 5 മീറ്ററിലാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ ഈ ഒരു ക്യാൻ ലേസും നമ്മൾ ഫസ്റ്റ് ലെയറിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലെങ്ത്ത് എത്രയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് 20 ലെങ്ത്തിലാണ് ഞാനിത് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞുല്ലോ ഫ്രോക്ക്. അപ്പോൾ അപ്പർ പോർഷൻ്റെ യോക്ക് ലെങ്ത്ത് വരിക 7 ഇഞ്ചസ് ആണ് അതിൽ. അപ്പോൾ നമുക്ക് താഴത്തെ ലെങ്ത്ത് വേണ്ടത് 13 ഇഞ്ചാണ്. നമ്മൾ സ്റ്റിച്ചിങ്ങിനുള്ള അലവൻസ് കൂടി 13 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. പക്ഷേ നമ്മൾ ഈ ഒരു ക്യാൻ ലേസും കൂടി അതിൽ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ വിഡ്ത്ത് കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് 1.5 ഇഞ്ചിൻ്റെ ക്യാൻ ലേസാണ്. അപ്പോൾ അത് താഴെ മടക്കി അടിക്കാനും കൂടി കൂട്ടിയിട്ട് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം. ആ ഒരു ക്യാൻ ലേസ് വെച്ചതിൻ്റെ അത് മുകളിലായിട്ടാണ് നമ്മൾ ആ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെയർ 15 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ താഴെയുള്ള ലെയറുകളെല്ലാം നമ്മൾ ആ ഫസ്റ്റ് ലെയറിനെക്കാട്ടിലും ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കമ്മിയായിട്ട് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഞാനിതൊക്കെ 13 ഇഞ്ചിലാണ് അടുത്ത 2 ലെയേഴ്സിനുള്ളതും കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 ലെയറിനുള്ള വൈറ്റ് നെറ്റ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അടുത്ത് ബോട്ടം പോർഷനിലേക്കുള്ള കോട്ടൺ ലൈനിങ് ആണ്. ഇത് ഞാൻ 12 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. കാരണം നമ്മളുടെ നെറ്റിൻ്റെ ലെയറിനെക്കാട്ടിലും സാറ്റിൻ ലെയറിന് അല്ലെങ്കിൽ ക്രേപ്പ് ലെയറിനെക്കാട്ടിലും 1 ഇഞ്ചോ 2 ഇഞ്ചോ കുറവായിട്ടാണ് നമ്മൾ നെറ്റിൻ്റെ ലെയർ എടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരു 11.5-12 ഇഞ്ചിൽ അതും എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ബോട്ടം പോർഷന് വേണ്ടിയിട്ടുള്ള ക്രേപ്പ് ലൈനിങ് ആണ്. ഇത് ഞാൻ 2 മീറ്റർ വീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 13.5 തന്നെയാണ്. കാരണം നമ്മൾ അതിൻ്റെ താഴെ മടക്കി അടിക്കുമ്പോഴേക്കും 1 ഇഞ്ച് നമുക്ക് കുറവായിട്ട് 12 ഇഞ്ചിലാണ് നമുക്ക് ഉണ്ടാവുക. അതായത് നമ്മളുടെ നെറ്റിനെക്കാട്ടിലും 1 ഇഞ്ച് കമ്മിയായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അടുത്ത് നമുക്ക് നമ്മളുടെ യോക്ക് പോർഷൻ്റെ മെഷർമെൻറ്റ്സ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെച്ചത് എന്താ വെച്ചാൽ നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ
ടോട്ടൽ ലെങ്ത്ത് 20 ഇഞ്ചാണ്. അതിൽ 7 ഇഞ്ച് വരുന്നത് നമ്മുടെ യോക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 7+1 ഇഞ്ച് എടുത്തിട്ടുണ്ട്, സ്വിങ് അലവൻസും കൂടി ചേർത്തിട്ട്. അതുപോലെ ചെസ്റ്റ് എടുത്തിരിക്കുന്നത് ഈ മോള് ആൾ അധികം ഒരു കുഞ്ഞു മോളായിരുന്നു, അതുകൊണ്ട് തന്നെ ആൾക്ക് നമ്മൾ നോർമലി 20 ഇഞ്ചാണ് എടുക്കാറുള്ളത് ചെസ്റ്റ്. പക്ഷേ ഇത് ഞാൻ 4.25 19 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അഡീഷണലി എടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 2 ഇഞ്ചാണ്. ഇപ്പം ഞാൻ ബാക്ക് പോർഷന് വേണ്ടിയിട്ടുള്ളതും കൂടി ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് പോർഷനേക്കാട്ടിലും 1 ഇഞ്ച് കൂടുതലായിട്ടാണ് നമ്മളെപ്പോഴും ബാക്ക് പോർഷന് വേണ്ടി കട്ട് ചെയ്യാറ്. അത് സിബ് വെക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പ്രസ് ബട്ടൺ ആണെങ്കിലും. അപ്പം ഞാൻ ഈ 2 ഇഞ്ച് അടയാളപ്പെടുത്തിയിൽ നിന്നും ഇതുപോലെ ചരിച്ച് നമ്മുടെ ചെസ്റ്റ് പോർഷൻ അടയാളപ്പെടുത്തിയില്ല, അതിലേക്ക് ഇതുപോലെ ചരിച്ചാണ് അടയാളപ്പെടുത്തി എടുത്തിട്ടുള്ളത്. ആ ഒരു ഇതിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്മളുടെ യോക്ക് പോർഷനും ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റഡ് ആയിട്ടാണ് യോക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലീറ്റ് ചെയ്യണതിൻ്റെ, അതുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ലൈനിങ് പീസ് ഞാൻ പ്ലീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം, പുറംതിരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ബാക്ക് സൈഡ് നമ്മൾ പ്ലീറ്റ് ഇട്ടിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഇത് ചെയ്യണേ ഉള്ളൂ കേട്ടോ. വെറുതെ സാറ്റിനും നെറ്റും മാത്രമാണ് ഇത് വെച്ചിട്ടുള്ളൂ. അതിൻ്റെ മേലെയും നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോട്ടൺ ലൈനിങ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിൽ ഇൻവിസിബിൾ സിബ്ബാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇൻവിസിബിൾ സിബ്ബ് വെക്കുന്നതിൻ്റെയും വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരെ കാണണം. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മളുടെ ഇതുപോലെ റെഡിയായി. ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യണം. അതിനു മുമ്പ് നമുക്ക് താഴത്തെ മെറ്റീരിയൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൂടാ, താഴത്തെ പോർഷനിൽ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഇതുപോലെ ക്യാൻ ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ക്യാൻ ലേസാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാദ്യം ഇതുപോലെ താഴെ വെച്ചിട്ട് ഒരു 1/2 ഇഞ്ച് മടക്കുക. അതിനുശേഷം ഫുള്ളായിട്ട് അതൊന്ന് മടക്കി എടുത്തതിന് ശേഷം നമ്മൾ 5 മീറ്ററിലാണ് ഫസ്റ്റ് ലെയർ എടുത്തിട്ടുള്ളത്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ക്യാൻ ലേസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഈ ക്യാൻ ലേസ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാം. അതുപോലെ ഞാൻ ഇപ്പോൾ ഒരു ലെയർ മാത്രമേ വെച്ച് കൊടുത്തിട്ടുള്ളൂ, വേണമെങ്കിൽ അടുത്ത ഒരു ലെയർ കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് നെക്ക് റെഡിയാക്കാം. നമ്മളിതൊരു ഹൈ നെക്കായിട്ടാണല്ലോ ചെയ്യണത്. അപ്പോൾ കറക്റ്റ് നെക്കിൻ്റെ ലെങ്ത്ത് ഇപ്പോൾ നമുക്ക് പലർക്കും ഹൈ നെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആവാറില്ല എന്ന് പറയും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒന്നും ടെൻഷൻ വേണ്ട, സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 ഇഞ്ച് വിട്ടുള്ള ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ നീളം എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 17 അല്ലെങ്കിൽ 20 ഇഞ്ച് വരെ നമുക്ക് എടുക്കാം. കാരണം ലാസ്റ്റ് നമുക്ക് എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ ഉള്ളിലോട്ട് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. കണ്ടോ, ഇതുപോലെ 2 സൈഡും ഞാൻ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു എൻഡിൽ ഇതുപോലെ ഒരു എൻഡും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മളുടെ ആ ഒരു കോളറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു കോളർ നമ്മളുടെ നെക്കിലേക്കായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡും ഉള്ളിലേക്ക് മടക്കി, അതുപോലെ ഒരു സൈഡ് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, അതെടുക്കുക. അതിനുശേഷം നമ്മളുടെ ഫ്രോക്കിൻ്റെ ഞാൻ ഫ്രോക്ക് ഒരു സൈഡ് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ വീഡിയോ മിസ്സായെന്ന് തോന്നുന്നു. അതൊക്കെ നമ്മൾ നോർമലി എല്ലാ ഫ്രോക്കുകളുടെ സ്റ്റിച്ചിങ് വീഡിയോസിലും പറയുന്നത് ആയതുകൊണ്ടാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാതിരുന്നത്. എന്നിട്ട് അതായത് ഒരു സൈഡ് മാത്രം നമ്മൾ ആ ഒരു കെട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കുക, മെഷർമെൻറ്റ് നോക്കിയിട്ട്. എന്നിട്ട് ഇതുപോലെ ബാക്ക് സൈഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ സിബ് ഒന്ന് കുറച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നമ്മളൊരു ഏകദേശം ഒരു 1/2 ഇഞ്ച് താഴെയായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമ്മളുടെ ആ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പല രീതിയിലും നോക്കിയിട്ടുണ്ട് ഈ ഒരു കോളർ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ടും നമുക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരാണ്ട് നല്ല കറക്റ്റായിട്ടും കിട്ടുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയത് ഇതാണ്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ വെച്ച് വന്ന് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, അത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഇഞ്ച് മുതൽ 1.5-2 ഇഞ്ച് വരെ കൊടുക്കാം. 2 ഇഞ്ചൊക്കെ ആകുമ്പോൾ അധികം ഗ്യാപ്പ് ആയി പോവും. നമുക്ക് കറക്റ്റ് ഒരു കോളർ പോലെ നമ്മുടെ നെക്കിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ഇഞ്ചൊക്കെ എടുത്താൽ മതി ആ ഒരു ഗ്യാപ്പ്. എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് നമ്മളുടെ
നെക്സ്റ്റ് ബാക്ക് പോർഷനും അതേപോലെ തന്നെ 2 സൈഡിലും ഒരേ ഗ്യാപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ എൻഡ് എത്തുന്ന സമയത്ത് നമുക്ക് ബാക്കി എത്രയാണ് നമുക്ക് കണ്ടില്ല, നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത്. അതിനുശേഷം നമുക്ക് കറക്റ്റ് എത്രയാണോ വേണ്ടത് ബാക്കി പീസ് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു എൻഡിൽ നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് മാത്രം ഒന്ന് വയ്ക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അത് കറക്റ്റായിട്ട് തന്നെ വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ പറഞ്ഞൊരു ഇതിൽ. അപ്പോൾ നമുക്ക് അതായത് ആ കറക്റ്റ് നമ്മൾ ആ ചുറ്റളവ് നോക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആയി പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ വേണ്ട. പിന്നെ ഞാൻ ഈ ഒരു ഫ്രോക്കിൻ്റെ വേസ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി സെപ്പറേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഫ്രിൽസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ആ ക്യാൻ ലേസിൻ്റെ മേലെയായിട്ടാണ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രില്ലിട്ട് എടുത്തത് നമ്മൾ ഫ്രില്ല് അറ്റാച്ച് ചെയ്യുന്ന ടൈമിലും ഇതുപോലെ അടുപ്പിച്ച് വെച്ചിട്ട്, ഓൾറെഡി നമ്മുടെ ഫ്രിൽസ് നല്ല തിക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഒന്നുകൂടി അടുപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ ആ ഫ്രിൽസ് കൊടുക്കുക. അപ്പോഴാണ് അത് കാണാനുള്ള നല്ല ഭംഗിയിൽ. അപ്പോൾ അതേ നമ്മൾ ഒരു ലെയർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം അടുത്ത ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അത് നമ്മളെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 2 ലെയറുകളുടെയും ആ ഒരു എൻഡുകളുണ്ടല്ലോ ഇതുപോലെ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോഴാണ് അത് നല്ല രസമായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, മേലെ കയറി പോകേണ്ട ആവശ്യമില്ല, കറക്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ അതേ ഞാൻ 3 ലെയറും ഇതുപോലെ ഫ്രില്ല് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ഇതിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത്, ഫ്രിൽസ് റെഡിയാക്കുന്നതും അത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു ഫ്രില്ലിട്ട് വെച്ചിട്ടുള്ളതുണ്ടല്ലോ, നമ്മളുടെ വേസ്റ്റിൻ്റെ അളവിനനുസരിച്ചിട്ട് ഫ്രില്ല് ചെയ്തെടുക്കണം. എനിക്കിവിടെ ഏകദേശം 24 ഇഞ്ചായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ നമ്മളുടെ ഫസ്റ്റ് ലെയർ, നമ്മൾ ആ താഴെ ഫ്രിൽസ് വെച്ച് അടിച്ചിട്ടുള്ള ആ ഒരു ലെയർ, അതിൻ്റെ താഴെയായിട്ട് ഞാൻ 2 വൈറ്റ് ലെയറും കൂടി കൊടുക്കേണ്ടി പറഞ്ഞില്ലേ, അത് ക്രേപ്പ് ലൈനിങ് ഇത്രയും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ എപ്പോഴും ഫ്രോക്സ് ചെയ്യുന്നത് പോലെ തന്നെ ഇത് അപ്പർ പോർഷനുമായിട്ട് ജോയിൻ ചെയ്യണം, ലൈനിങ് അറ്റാച്ച് ചെയ്യണം, അതുപോലെ സൈഡ് ജോയിൻ ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. അതൊന്നും ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഡ്രസ്സ് ഇതേ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഹെയർ ബോയും ബൂട്ടീസും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതേ ഈ ഒരു ഫ്ലവേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേസ്റ്റിൽ. ഈ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്കം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന ഒരു മോഡലാണിത്. നെക്കിൽ ഞാൻ ഇതുപോലെ ഒരു ലേസ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു പിങ്ക് ഷെയ്ഡിൽ തന്നെ എന്തെങ്കിലും മതിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. ബാക്ക് സൈഡിൽ നമ്മൾ കെട്ടി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതിന് നമ്മളൊരു വെയിൽ കൂടി അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വെയിലിന് വേണ്ടിയിട്ട് ഞാൻ 3 പ്രസ് ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വെയിൽ നമ്മൾ പ്രസ് ബട്ടൺ കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം, ഇല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പ്രസ് ബട്ടൺ നമ്മളുടെ വെയിലിലും ഇതുപോലെ കൊടുക്കും, അതുപോലെ ഡ്രസ്സിലും കൊടുക്കും. അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.